ഇപ്പോൾ PV അൻവർ കൂടി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഒരു ഫിഗർ ആവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നമുക്ക് ഓരോന്നും ചെറുതായിട്ട് CPI തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഒരു ഉദാഹരണമായിട്ട് CPI ഈ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു 20 മണ്ഡലത്തിലപ്പുറം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 1000-ത്തിനപ്പുറം വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ 2000 വോട്ട് കിട്ടുമോ എന്ന് കേരള ജനതയ്ക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് 2011 ഇവിടെ ഏറനാട് ഞാൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് LDF സ്ഥാനാർത്ഥിയായിട്ടാണ് CPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഒരു വിഭാഗം CPMമാർ അവരെ കൂടെ ഉണ്ട്. എന്നിട്ട് അവർക്ക് കിട്ടിയ വോട്ട് 2400 വോട്ടാണ്. ഇവിടെ കേരള കോൺഗ്രസ് മാണി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ എത്ര സീറ്റിൽ ഈ 3900 വോട്ട് കിട്ടും? ഒരു 10 സീറ്റിൽ അല്ലെങ്കിൽ ഒരു 15 സീറ്റിൽ, അതിൻ്റെ അപ്പുറം ഉണ്ടാവില്ലല്ലോ. മുസ്ലിം ലീഗ് കേരളത്തിലെ 4ാമത്തെ വലിയ പാർട്ടി എന്ന് പറയാം. ഒരു 10, 30, 40 സീറ്റിൽ അവർക്ക് നല്ല വോട്ട് കിട്ടിയേക്കാം. അതിനപ്പുറമുള്ള ഒരു 100 സീറ്റ് പരിഗണിച്ചാൽ ഈ വോട്ട് കിട്ടുന്ന എത്ര മണ്ഡലങ്ങൾ ലീഗിനുണ്ടാവും? അങ്ങനെ കേരളത്തിൻ്റെ ഓരോന്നും പരിശോധിച്ചാൽ, ഇപ്പോൾ LDFിലായാലും UDFിലായാലും ഘടകകക്ഷികളെ പരിശോധിച്ചാൽ എത്ര വോട്ടാണ് അവർക്കുള്ളത്? അവർ 2-3 മണ്ഡലത്തിൽ, അതിലപ്പുറമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 10-13 ദിവസം മാത്രമായ ഒരു സോഷ്യൽ സംഘടന, ഞങ്ങൾക്ക് നിയോജക മണ്ഡലം കമ്മിറ്റി ഇല്ല, പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല, ബൂത്തുകളില്ല, ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നറിയാൻ തന്നെയാണ് ഞങ്ങൾ നടത്തിയ പോരാട്ടം. ആ പോരാട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയതാണ്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ചേലക്കര. നിങ്ങൾക്കറിയാം, ഇത് മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ചിത്രം വേറെയാകുമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന് മാത്രം കിട്ടിയ വോട്ടുകളാണ് ചേലക്കരയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് വലിയ എന്താ പറയുക വിമർശനം നടത്തുന്നവരൊക്കെ പറയുന്നത് PC ജോർജ് പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്തായി എന്നാണ് ചോദ്യം. എനിക്ക് അവരോട് പറയാനുള്ള മറുപടി, 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന PC ജോർജിൻ്റെ പാർട്ടി ഒരു മുന്നണിയായി ആൻറ്റി കറപ്ഷൻ ഡെവലപ്മെൻറ്റ്